ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷ് മഞ്ചാടിയോട് ചോദിക്കുകയാണ് കേട്ടോ, താൻ ആരുടെ കൂടെയാണ് താനിങ്ങനെ പോകുന്നത് മോളെ? തൻ്റെ ഫ്രണ്ടാണെന്ന് പറയുന്നു. അതേത് ഫ്രണ്ടാണെന്ന് പറയാൻ കേട്ടോ. ഓ അച്ഛ, ഫ്രണ്ടിനെ കുറിച്ചാണോ? അതെ, ഫ്രണ്ടിനെ കുറിച്ച് അറിയണം. നീ ആരുടെ കൂടെയാണ് ഇവിടെ നിന്ന് പോകുന്നത്? അത് ആരാണെന്ന് ഈ അച്ഛനെ അറിയുന്നതിൽ മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ട്? ഇല്ല അച്ഛാ, അത് എൻ്റെ ഫ്രണ്ട് ആകാശാണെന്ന് പറയാൻ കേട്ടോ. ആകാശ് ആരാ? അതെ, അവൻ ഈ വഴിയാണ് പോകുന്നത്. അപ്പോൾ എന്നെ എടുക്കുന്നു മാത്രം, അല്ലാതെ ഒന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ, ആ ഗോകുലിനൊരു പണി കൊടുക്കാനും വേണ്ടിയാണ് ഞാൻ അവൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നതെന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന മാഷിന് അത്ര ഇങ്ങ് വിശ്വാസമാവില്ല. പിന്നീട് മഞ്ചാടിയാണെങ്കിൽ സന്തോഷം കൊണ്ട്, ബാനുമേ എനിക്കൊരു ചായ തന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ചായ വാങ്ങിയ കുടിക്കുമ്പോൾ തനിക്കിങ്ങനെ മെസ്സേജുകൾ വരുന്നു കേട്ടോ. എന്നാൽ ഈ ഫോണുമായി മഞ്ചാടി ഒരൊറ്റ ഓട്ടം ഓടുന്ന അത് കാണുന്നതിനോട് കൂടി മാഷിന് എന്തൊക്കെയോ എവിടേക്കോ ഒരു സംശയം തോന്നണം കേട്ടോ. ഇതേ സമയം മാഷെ, ഞാനൊന്നും ഉണ്ടായി പറയല്ല. മാഷ് പറഞ്ഞല്ലോ എന്നോട് അവളോടൊന്നും ചോദിക്കാനോ പറയാനോ ഒന്നും പോകരുതെന്ന്. എനിക്കതിന് അർഹതയുമില്ല. കാരണം അത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ മഞ്ചാടി മോള് എന്നോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? നിങ്ങൾക്ക് യാതൊരു അർഹതയില്ലല്ലോ എന്നൊക്കെയെന്ന് ചോദിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനും കൂടി മാഷിനോട് ഞാൻ പറയുന്നത്. മഞ്ചാടിയുടെ ഇപ്പോഴത്തെ പെരുമാറ്റം അതെനിക്കത്ര സുഖമായി തോന്നുന്നില്ല. ഏത് സമയം ഫോണിൽ ഇങ്ങനെ കുത്തിക്കുറിച്ചും കൊണ്ടാണ്. ഇപ്പോഴത്തെ മക്കളെന്നും മാഷെ വിശ്വസിച്ചുകൂടാ. ഒരു തവണ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. അതുകൊണ്ട് മാഷിൻ്റെ ഒരു കണ്ണ് വേണം. മാഷി ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും മഞ്ചാടിയുടെ കാര്യത്തിലൊരു തീരുമാനം എടുത്തിട്ട് പോയാൽ മതി എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന മാഷ് പറയണ, ബാനുമേ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എൻ്റെ മകളെ ഞാൻ അമിതമായി വിശ്വസിച്ചു. അതിനുള്ള ശിക്ഷ എനിക്കിന്ന് കിട്ടുകയും ചെയ്തു. കാരണം എൻ്റെ മകളെ വിശ്വസിച്ചുകൊണ്ടാണല്ലോ എൻ്റെ മകളെ ഈ പറയുന്ന ജീവരാജുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും അവളുടെ അച്ഛൻ്റെ വിഷമെന്തും മനസ്സിൻ്റെ സന്തോഷം എന്തെന്ന് തിരിച്ചറിയാതെ അവൾ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തല്ലോ. എന്താണോ ബാനുമേ, ഞാൻ എൻ്റെ മക്കളെയൊക്കെ നല്ല രീതിയിലാണ് വളർത്തിയത്. പക്ഷേ എൻ്റെ മക്കളൊക്കെ എങ്ങനെ ആയിപ്പോയത് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം അമ്പിളിയുടെയും അതുപോലെ തന്നെ ഈ പറയുന്ന മഞ്ചാടി അതുപോലെ ദയ, ഇവർ 3 പേരും എന്നെ അനുസരിക്കുന്ന മക്കളല്ല. അവരുടെ സാഹചര്യങ്ങൾ വരുമ്പോൾ എന്നെ പോലും ചോദ്യം ചെയ്യും. അനുമോളുടെയും ചീരുമോളുടെയും കാര്യത്തിൽ മാത്രമേ എനിക്കൊരു സമാധാനമുള്ളൂ എന്ന് മാഷ് പറയുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം മാഷ് ഒക്കെ ശരിയാവും. മാഷ് പോകുന്നതിന് മുന്നേ ഇതിൻ്റെ ഡീറ്റെയിൽ ആയി കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്ന മാഷിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന മാഷ് തീർച്ചയായും അത് വേണമെന്ന് തീരുമാനിക്കാൻ. പിന്നീട് മാഷ് അവിടെ ഇരിക്കുമ്പോഴൊക്കെ ഓവറായിട്ടുള്ള ഈ പെരുമാറ്റം, അതായത് ആരോടൊക്കെ എന്തൊക്കെയോ ചാറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി കാണുമ്പോൾ തനിക്ക് അത്രയങ്ങ് ദഹിക്കുന്നില്ല കേട്ടോ. തൻ്റെ മകൾ എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്ന ആ ഒരു വേദന മാഷിൻ്റെ ഉള്ളിൽ തോന്നി തുടങ്ങുകയാണ്. ഇത് അത്ര നല്ലൊരു പ്രവൃത്തിയല്ല. ഇത് പണ്ട് അമ്പിളി പറഞ്ഞിരുന്നു, അച്ഛാ ഈ ഫോൺ വാങ്ങിക്കൊടുത്തതും അവളുടെ ടൗണിലോട്ടുള്ള പഠിത്തം അത് രണ്ടും തെറ്റായിപ്പോയി അച്ഛന് പിന്നീട് തോന്നും. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും അമ്പിളി ചാട്ടക്കാരിയാണ്, അമ്പിളി എടുത്തു ചാട്ടക്കാരിയാണ് എന്നൊക്കെ തോന്നും എന്നിങ്ങനെ മാഷിൻ്റെ മനസ്സിൽ തോന്നുന്നു കേട്ടോ. പിന്നീട് മാഷ് പിറ്റേ ദിവസം മഞ്ചാടി കോളേജിൽ പോവാണ്. ഈ പറയുന്ന പയ്യൻ അവിടെ വന്ന് മഞ്ചാടിയെ എടുക്കുമ്പോഴേക്കും മാഷ് അവനെ കാണാൻ ഓടിച്ചെല്ലുമ്പോഴേക്കും മഞ്ചാടി പറയുന്നുണ്ട്, എടാ പെട്ടെന്ന് ബൈക്ക് എടുത്തോ എന്ന് പറയാൻ കേട്ടോ. പിന്നീട് ഒന്നും നോക്കില്ല, പെട്ടെന്ന് ബൈക്ക് എടുത്ത് പോവുകയും ചെയ്യാണ്. അതുകൊണ്ട് മാഷിനെ അവൻ്റെ മുഖം കാണാൻ പറ്റുന്നില്ല. കുടം കമിഴ്ത്തിയതുപോലെ മുഖത്ത് കമിഴ്ത്തി വെച്ചിരിക്കുകയാണ് ഹെൽമെറ്റ്. അങ്ങനെ പിന്നീട് മാഷ് കോളേജിൽ പോവാണ്. അങ്ങനെ മാഷ് അവിടെ നിന്നും ഇങ്ങനെ മഞ്ചാടിയുടെ ഈ കൂട്ടുകെട്ട് ആരാണെന്ന് ഇങ്ങനെ അവരുടെ കൂട്ടുകാരിയോട് അന്വേഷിക്കണം കേട്ടോ. അപ്പോൾ ഈ സമയം ഞങ്ങളുടെ കോളേജിൽ ഒരു ആകാശ് എന്ന് പറയുന്ന പയ്യനാണ്, അവൻ്റെ കൂടെയാണ് പോകുന്നത് മഞ്ചാടി. ആകാശ് നിങ്ങളൊക്കെ അറിയോ ഈ ആകാശിനെ? അവനാണെന്ന് എനിക്ക് അതറിയില്ല. ആകാശ് എന്നാണ് അവൾ പേര് പറയുന്നത്. എന്തായാലും ആരാണ് ഈ വരുന്നത് എന്തെന്നും മാഷെ ഞങ്ങൾക്കറിയില്ല. ഞങ്ങളാണിത് പറഞ്ഞതൊന്നും പറയരുത് എന്നിങ്ങനെ പറയൂ കേട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി മാഷിൻ്റെ മനസ്സമാധാനം പോയി തുടങ്ങി. പിന്നീട് ഇതേ പ്രവൃത്തി തന്നെ മഞ്ചാടി വീണ്ടും വീട്ടിൽ വരുമ്പോൾ ആവർത്തിക്കുകയാണ്. പഠനത്തിനോടെല്ലാം ശ്രദ്ധ, തൻ്റെ മുഖത്ത് വലിയ പുഞ്ചിരിയും സന്തോഷവും ഉത്സാഹവും അതുപോലെ ചാറ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ വെക്കേഷൻ്റെ സമയമായി തുടങ്ങി. അപ്പോൾ മാഷി പറയണ, മോളെ നമുക്ക് പഞ്ചരത്നത്തിലോട്ട് പോവില്ലേ? അത് പറഞ്ഞ ഉടനെ തന്നെ പറയണേ, ഇല്ല അച്ഛാ ഈ ആഴ്ച കഴിയട്ടെ, എനിക്ക് പഠിക്കാനൊക്കെ ഉണ്ട്, ഇപ്പോൾ പഞ്ചരത്നത്തിലോട്ട് പോകണ്ട എന്നും പറഞ്ഞിട്ട് പിന്നെയും മൊബൈൽ എടുത്ത് പോകുന്നു കേട്ടോ. ഭക്ഷണം കഴിക്കാൻ ഇടയില്ല, തൻ്റെ അച്ഛനോട് സംസാരിക്കാൻ ഇടമില്ല. അച്ഛന് മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ 1-2 വാക്ക് പറഞ്ഞ് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് റൂമും അടച്ചിരിക്കുകയാണ്. അത് മാഷിന്
മാഷിനെ വല്ലാതെ ഭയപ്പെടുത്തി തുടങ്ങുകയാണ്. അങ്ങനെ കോളേജ് വീണ്ടും ഓപ്പൺ ആവുകയാണ്. ഇതേ സമയം മഞ്ചാടി ഈ പറയുന്ന പയ്യൻ്റെ പിറകെ പോവുകയാണ്. എന്നാൽ മാഷ് അവിടെ അതിരാവിലെ അമ്പലത്തിലോട്ടെന്ന് പറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയം വനമോട് വന്ന് ചോദിക്കുകയാണ് മഞ്ചാടി, അച്ഛൻ എവിടെയെന്ന്. അച്ഛൻ പോയിരിക്കുന്നു, അമ്പലത്തിൽ എന്നാ പറഞ്ഞത്, ഒരുപക്ഷെ പഞ്ചരത്നത്തിലോട്ടും പോകുമെന്ന് പറയുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയം മഞ്ചാടി, എന്നാൽ ശരി ഭാനുമേ, എനിക്കിത് കോളേജിലോട്ട് നേരത്തെ പോകണം, ആരുടെ കൂടെയാണ്, എൻ്റെ സുഹൃത്ത് വിളിക്കാൻ വരും, ഞാൻ ഇറങ്ങട്ടെ, എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഹെൽമെറ്റ് വെച്ച് തന്നെ അവനവിടെ വരുന്നു കേട്ടോ. എന്നാൽ മാഷ് വീടിനുള്ളിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. മാഷ് ഗേറ്റിന് വെളിയിൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. മഞ്ചാടി ആരുടെ കൂടെ പോകുന്നു, ആരാണ് അവൻ എന്നറിയാൻ വേണ്ടി മാഷ് ഒരു ഓട്ടോയും പിടിച്ച് ആ ഓട്ടോക്കുള്ളിൽ പിറകിൽ നിൽക്കുന്നുണ്ടാവും കേട്ടോ. ഇതേ സമയം മഞ്ചാടിക്ക് ഇതൊന്നും അറിയില്ല. അങ്ങനെ ഈ ചെറുക്കനും അവനും കൂടി, ഈ ചെറുക്കനും മഞ്ചാടിയും കൂടി യാത്രയാവുകയാണ്. പിന്നീട് അവർ നേരെ കോളേജിലോട്ടൊന്നല്ല പോകുന്നത്, ഒരു ബീച്ചിലോട്ടാണ് പോകുന്നത്. അങ്ങനെ അവരിങ്ങനെ ഒരു ബീച്ചിൽ പോകുന്നു, കുറച്ച് നേരം അവിടെ ഇരിക്കുന്നു. പക്ഷെ മാഷിന് മുഖം വ്യക്തമാവുന്നില്ല. പിന്നീട് അവരെന്തൊക്കെയോ സംസാരിക്കുന്നു. ഇവളാണെങ്കിലോ ഈ ചെറുക്കൻ്റെ തോളിൽ കൈ വെക്കുന്നു. അതുപോലെ അവർ തമ്മിൽ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെയുള്ള സംസാരമല്ല കേട്ടോ, ഇങ്ങനെ തൊട്ടൊരുമി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നതൊക്കെ പോലെ മാഷിന് ഇങ്ങനെ തോന്നുകയാണ്. മാഷ് അതൊക്കെ മാറി നിന്ന് കാണുകയാണ്. പിന്നീട് മഞ്ചാടി നേരെ പോകുന്നത് ഒരു ഹോട്ടലിലോട്ടാണ് കേട്ടോ. അതായത് കുറേ ഒഴിഞ്ഞിട്ടുള്ള ഒരു തട്ടുകടയായിരിക്കും കേട്ടോ. ഇവരുടെ കോളേജിൻ്റെ അടുത്തൊന്നുമുള്ള ആ ഒരു പ്രദേശമാവില്ല. അങ്ങനെ ഒരു ബീച്ചിലോട്ട് ഒരുപാട് ദൂരത്തോട്ടാണ് ഇവർ പോകുന്നത്. കോളേജിലോട്ടെന്ന് പറഞ്ഞ് നേരത്തെ ഇറങ്ങുന്നു. പിന്നീട് ഇവർ ഇങ്ങനെ രണ്ടുപേരും നടക്കുന്ന ആ ഒരു രംഗമാണ് മാഷിൻ്റെ മുന്നിൽ കാണുന്നത്. അപ്പോൾ മാഷിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കണേ, എൻ്റെ മോള് വീണ്ടും എന്നെ കബളിപ്പിക്കൽ തുടങ്ങിയിരിക്കുന്നു. ഈ പറയുന്ന സച്ചി പറഞ്ഞത് അതിൽ സത്യമുണ്ട്, ഗോകുല് പറയുന്നതിൽ സത്യമുണ്ട് എന്നിങ്ങനെ മാഷ് മനസ്സിലാക്കുകയാണ് കേട്ടോ. പിന്നീട് മാഷ് ഈ ഒരു തട്ടുകടയിലോട്ട് ഇവർ കയറുന്ന ആ രംഗമാണ് കേട്ടോ. അങ്ങനെ ഇവർ ഈ തട്ടുകടയിൽ കയറുകയാണ്. ഇതേ സമയം മാഷ് ആ ഓട്ടോയിൽ ഇങ്ങനെ എത്തി നോക്കണം. അപ്പോൾ ഓട്ടോക്കാരൻ ചോദിക്കുന്നുണ്ട്, അത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ക്യാഷ് ഞാൻ തരാം, വെയിറ്റിംഗ് ചാർജിൻ്റെ ഒക്കെ ക്യാഷ് തരാം, നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ എനിക്കൊപ്പം നിൽക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണു, ഓ അതിനെന്താ, ഞാൻ നിൽക്കാം, ഒരു പെൺകുട്ടിയുടെ ഭാവിയല്ലേ. ഇന്നത്തെ ചെറുക്കന്മാരൊക്കെ ഇതുപോലെ ഓരോ പെൺകുട്ടികളെയും അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് അങ്ങ് വലിച്ചെറിയുന്ന ആ ഒരു കാലഘട്ടമാണ്. ഞാൻ മൂലം ഈ പെൺകുട്ടി നേരാവുമെങ്കിൽ നേരായിക്കോട്ടെ, അതിന് നിങ്ങൾക്കൊപ്പം ഞാൻ നിൽക്കാമെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഇവരാണെങ്കിലും ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു ഇതൊക്കെ മഞ്ചാടി ഓർഡർ ചെയ്തിരിക്കുകയാണ്. എടാ നിനക്ക് കഴിക്കണ്ടേ, ഓ എനിക്ക് കഴിക്കണം, എന്താ നീ എന്താച്ചെങ്കിൽ ഓർഡർ ചെയ്തോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ശബ്ദം വ്യക്തമാവില്ല, മഞ്ചാടിയുടെ മാത്രമാണ് വ്യക്തമാക്കിയല്ലോ. അങ്ങനെ അവരങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പോഴും ഈ ഹെൽമെറ്റ് മുഖത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹെൽമെറ്റ് മുഖത്ത് നിന്നും എടുക്കാത്തതിൽ തന്നെ എന്തോ ഒരു പന്തികേടുണ്ടെന്ന് മാഷ് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഡ്രൈവർ പറയണം, മാഷേ അവനെ ആ ഹെൽമെറ്റ് മുഖത്ത് നിന്ന് എടുക്കാത്തതിൽ തന്നെ എന്തൊക്കെയോ ഒരു നിഗൂഢത ഉള്ളതുപോലെ തോന്നുന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായും ഉണ്ട്, അത് തന്നെ അറിയാനാണ് ഞാനിവിടെ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ചായയും ഭക്ഷണവും അങ്ങ് കൊടുന്നു വെക്കുമ്പോൾ ഇവൻ്റെ മുഖത്ത് നിന്നും ആ ഹെൽമെറ്റ് എടുക്കാൻ കേട്ടോ. അപ്പോൾ മഞ്ചാടി, ജീവൻ നീ കഴിക്കടാ എന്ന് പറയുമ്പോൾ മാഷ് ആകെ തകർന്നു പോകണം കേട്ടോ. താൻ ഇത്രയും നാളും തൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി, അവനിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി താൻ എന്തെല്ലാം ചെയ്തു കൂട്ടി, എന്നിട്ടും അവൻ എൻ്റെ മകളിലോട്ട് തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതേ സമയം എന്താടാ നീ കഴിക്കാത്തത്, നമ്മളെ ഈ ഒളിവും മറവും എന്നാ പിടിക്കപ്പെടുക എന്ന് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ കഴിക്ക്, നമ്മൾ പറഞ്ഞു വെച്ചതൊക്കെ കറക്റ്റായി തന്നെ നടക്കണം എങ്കിലാണ്, എന്നിട്ട് വേണം എല്ലാവർക്കും മുന്നിൽ എനിക്ക് പോവാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം മാഷിൻ്റെ നെഞ്ചൊക്കെ മുറുകി തുടങ്ങുകയാണ്. തനിക്ക് എന്തൊക്കെയോ വേദന എവിടെയൊക്കെയോ തോന്നുന്നു. ഇത്രയും കാലം തൻ്റെ മകൾ തെറ്റ് ചെയ്തിട്ടും തിരികെ വന്നിട്ടും താൻ ഒന്ന് വാക്കുകൊണ്ട് പോലും ശ്വാസിക്കാതെ അവളെ കൂടെ നിർത്തിയിട്ടും അവൾ അച്ഛൻ്റെ വേദന എന്തെന്ന്, കൂടപ്പിറപ്പുകളുടെ വേദന എന്തെന്ന് മനസ്സിലാക്കാത്ത ഇങ്ങനെ ഒരു മകൾക്ക് വേണ്ടിയാണോ ഈശ്വര പലവരുടെയും കാലും ഞാൻ പിടിച്ചതും പലവരോടും പലതും ചെയ്യാൻ പറഞ്ഞതെന്നൊക്കെ മാഷിൻ്റെ മനസ്സിൽ കടന്നുകൂടാണ് കേട്ടോ. അങ്ങനെ മാഷിന് വലിയ വേദനയാവാണ്. മാഷ് ആ ഓട്ടോ ഡ്രൈവറോട് ചോദിക്കാൻ, നിങ്ങളുടെ കയ്യിൽ വെള്ളമുണ്ടോ, എന്താ സാറേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇല്ല കുഴപ്പമില്ല, എനിക്കൊരു തുള്ളി വെള്ളം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് മാഷ് കുറച്ച് വെള്ളം കുടിച്ച്, കുറച്ച് നേരം ഞാൻ നിങ്ങളുടെ ഓട്ടോയിൽ കിടന്നോട്ടെ, എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ, അല്ല എനിക്ക് നിങ്ങൾക്കൊരു കുഴപ്പം വരില്ല, ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാം, പെട്ടെന്ന് അത് കണ്ട ഷോക്കിലാണ്, അതല്ല ഈ കുട്ടി നിങ്ങളുടെ എനിക്ക് വേണ്ടപ്പെട്ടവൾ തന്നെയാണ്, എൻ്റെ മകളാണെന്ന് പറയുമ്പോൾ അയാൾക്ക് പോലും സങ്കടമാവണം കേട്ടോ. അപ്പോൾ മഞ്ചാടി ഒളിച്ചും പാത്തും കണ്ടും കൊണ്ടിരിക്കുന്നത് ജീവരാജ് തന്നെയാണ്. ആ ഒരു കഥ ഇനിയിപ്പോൾ അടുത്ത് വരും കേട്ടോ.